പ്രശ്നമൊന്നുമില്ല. അതിപ്പോ ആർക്ക് വേണേലും പോക്സോ കേസിൽ അറസ്റ്റിലാവാം. മുഹമ്മദ് നബി ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മൂപ്പര് വരെ അറസ്റ്റിലായത്. അതല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ചിരിപ്പിക്കാൻ വേണ്ടിട്ട്. എന്താണ് ആരിഫ് ഹുസൈൻ ഈ റമദാനുമായിട്ട് എനിക്കൊരു വിശ്രമം തരത്തില്ലേ? ഞാൻ കുഴഞ്ഞിക്കുന്നു. ഇപ്പൊ എന്താ പ്രശ്നം? എന്താ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അകത്ത് പോകുന്നുള്ളതാണ് പ്രശ്നം. ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പ്രേക്ഷകരായ ആളുകൾക്ക് മനസ്സിലായിട്ടില്ലല്ലേ? ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ ബാല്യത്തിൽ വിവാഹം കഴിച്ചത് കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ ഇക്കാലത്ത് ജീവിച്ചിരിക്കുമായിരുന്നെങ്കിൽ അകത്ത് പോകുമെന്നാണ്. അതിന് രവിചന്ദ്രൻ തന്നെ മറുപടി പറഞ്ഞു, ഉഗ്രം മറുപടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് അന്നത്തെ സാമൂഹിക ക്രമം അതിനെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും കഴിയില്ല. അന്നത്തെ സാഹചര്യത്തിൽ അങ്ങനത്തെ വിവാഹങ്ങളൊക്കെ സ്വാഭാവികമായി നടന്നിരുന്നു എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. അതൊക്കെ പോട്ടെ, ഇനി 1400 വേണ്ട. ആരിഫ് ഹുസൈൻ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഇന്ന് ആരൊക്കെ അകത്തു പോകും? കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന EMSന്റെ കുടുംബം അടക്കമുള്ള ആളുകളൊക്കെ അകത്തു പോകും. ഇതേതാ സാധനം? ഇതേ നോക്കൂ, EMSന്റെ ഓട്ടോബയോഗ്രഫിയാണ്. ഇതിന്റെ 32ാമത്തെ പേജിൽ EMS അദ്ദേഹത്തിന്റെ ജീവിതകാലത്തെ അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. 100 വർഷത്തിനപ്പുറമൊന്നും ആയിട്ടില്ലല്ലേ EMS ഇവിടെ ജീവിച്ച് മരിച്ചു പോയിട്ട്. മകളെ കൊടുക്കുന്നതിൽ മാത്രമല്ല മറ്റ് സാഹചര്യങ്ങളിലും സ്വന്തം മകളാകത്തക്ക ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടിയെ, അത് മുൻ ഭാര്യയോ ഭാര്യമാരോ ജീവിച്ചിരിക്കുമ്പോൾ, ഒരു ഭാര്യ ഉണ്ടെങ്കിൽ തന്നെ മകളാകത്തക്ക ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുക എന്നത് സർവ്വസാധാരണമായിരുന്നു. മകളെ അല്ലെങ്കിൽ സഹോദരിയെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ത്രീയെ വിവാഹം കഴിച്ചു കൊടുക്കുന്നത് മറ്റു പല കുടുംബ സാഹചര്യങ്ങളിലും ഇത് നടന്നിരുന്നു. ഒരാൾ അയാളുടെ മകള് തന്നെ വളരെ പ്രായം കുറഞ്ഞ മകളെ വിവാഹം കഴിച്ചു കൊടുക്കും. അല്ലെങ്കിൽ ഒരാൾ മകളാകത്തക്ക പ്രായമുള്ള ഒരു പെൺകുട്ടിയെ, ചെറിയ പെൺകുട്ടിയെ വിവാഹം കഴിക്കും. ഈ മകള് എന്ന് പറയുമ്പം അതിന്റെ പ്രായപരിധി നമുക്ക് നിശ്ചയിക്കാൻ കഴിയുന്നില്ല. അതുപോട്ടെ, അത് ആരിഫ് ഹുസൈൻ തന്നെ നിശ്ചയിച്ചാൽ മതി. എന്നിട്ട് ഇവരൊക്കെ അകത്തു പോവുകയില്ല എന്നുള്ളത്. പിന്നെ പലരും പറയുന്നൊരു പ്രശ്നമാണ് ഈ ബഹുഭാര്യത്വം എന്നുള്ളത് സമൂഹത്തിലെ ഏറ്റവും മോശപ്പെട്ട ഒരു പ്രവണതയായിരുന്നു, അത് ഇസ്ലാം കൊണ്ടുവന്ന നടപടിയാണെന്നൊക്കെയാണ് പലരും പറയാറുള്ളത്. EMSന്റെ തന്നെ ഈ ഓട്ടോബയോഗ്രഫിയുടെ 31ാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ ബാല്യകാലത്ത് സർവ്വസാധാരണമായിരുന്നതും ഇന്ന് ഇല്ലാത്തതുമായ മറ്റൊരു സമ്പ്രദായമുണ്ട്, ബഹുഭാര്യത്വം. യഥാർത്ഥം പറയുകയാണെങ്കിൽ ഒരു സ്വജാതീയ ഭാര്യ മാത്രമുള്ള നമ്പൂതിരിമാർ അക്കാലത്ത് ദുർലഭമാണ്. 2 or 3 ഭാര്യമാരുള്ളവരാണ് ഭൂരിപക്ഷം. 3ൽ കൂടാൻ പാടില്ല എന്നുള്ളതാണ് അന്നത്തെ നിയമം. ഞങ്ങളുടെ കുടുംബം തന്നെ എടുക്കാം, അച്ഛന് 2 ഭാര്യമാരുണ്ടായിരുന്നുവെന്ന് ഇതിനു മുമ്പ് പറഞ്ഞുവല്ലോ. ആ 2 അമ്മയുടെയും മക്കളായ എൻ്റെ 6 സഹോദരിമാർ വിവാഹിതരായി. അതിൽ 4 പേരുടെ ഭർത്താക്കന്മാർക്ക് മറ്റു ഭാര്യമാരുണ്ട്. 4 സഹോദരിമാരെ കെട്ടിച്ചപ്പോൾ ആ 4 സഹോദരിമാരെ കെട്ടിയവർ മുമ്പ് വിവാഹം കഴിച്ചിട്ടുള്ളവരാണ്. 2 പേർ ഭർത്താവിൻ്റെ ആദ്യ ഭാര്യമാരും 2 പേർ 2ാം ഭാര്യമാരുമാണ്. പറഞ്ഞു മനസ്സിലായോ? 2 പേരെ EMS തൻ്റെ അളിയന്മാര്, ആ അളിയന്മാർക്ക് തൻ്റെ പെങ്ങന്മാര് 2ാം ഭാര്യമാരാണ്, വേറെ 2 പേര് ആദ്യ ഭാര്യമാരും. അപ്പൊ ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നടമാടിയ കാര്യമാണ്. അപ്പം ബാല്യത്തിൽ വിവാഹം കഴിച്ച സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഒന്നിലധികം വിവാഹം കഴിച്ച സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇതൊന്നും എവിടുന്നും ആരും കൊണ്ടുവന്നതൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഇനി ഇതും കൂടെ വായിച്ച താങ്ങത്തില്ല. ഇത് 19ാം നൂറ്റാണ്ടിന്റെ കേരള ചരിത്രം. ഇതും കൂടെ വായിച്ച താങ്ങത്തില്ല. ഇതിനകത്ത് വൈവാഹിക സമ്പ്രദായത്തെക്കുറിച്ചൊക്കെ പറയുന്നത് കേട്ട ഒരു സാഹചര്യം പോലെ ഞാൻ അതൊക്കെ വർണ്ണിച്ചു തരാം. അപ്പൊ ഏകദേശം ശരിയാവും. അപ്പൊ പോയിക്കോട്ടെ, നോമ്പുറക്കാൻ സമയമായി.